അനുമോളും ജിസേലും തമ്മിൽ ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് നെവിൻ ക്വിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവം? നാളെ വൈൽഡ് കാർഡ്സൊക്കെ ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എല്ലാം പറയാം. ഡേ 24 രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ നമുക്ക് രാവിലെ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് ഉണ്ടായതെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് രാവിലെ 6 മണി സമയമാണ്. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ കുറച്ച് പേര് കിടക്കുന്നുണ്ടല്ലോ, നമ്മുടെ അടിമകൾ, അതായത് ജിസേലിൻ്റെയും നെവിൻ്റെയും അടിമകൾ ആക്ടിവിറ്റി ഏരിയയാണ് അവർ കിടപ്പുള്ളത്. അവർക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ബിഗ് ബോസ്. ആ ടാസ്കും കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവിടെ ടാസ്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതായത് 7-8 റൗണ്ടുകൾ മാത്രമാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും പ്രയാസമായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. 20 റൗണ്ടുകളാണ് അവർ ഫിനിഷ് ചെയ്യേണ്ടത്. പക്ഷേ അവർക്കതൊന്നും പറ്റുന്നില്ല, അതിനൊന്നും സാധിക്കുന്നില്ല. ഇതേ സമയം വീടിനകത്ത് എല്ലാവരും നൈസായിട്ട് എഴുന്നേൽക്കുന്നൊന്നുമില്ല, എല്ലാവരും നൈസായിട്ട് ഉറക്കത്തിലാണ്. എന്നത്തെയും പോലെ തന്നെ മോർണിംഗ് സോങ്ങൊക്കെ കേൾക്കുമ്പോഴാണ് എല്ലാവരും ചാടി എഴുന്നേൽക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് നമ്മുടെ രമേശ് നമ്പീശനൊക്കെ കൂടിയിട്ട് അഭിനയിച്ചില്ലേ ഒരു ഓണം സോങ്, ആ സോങ്ങാണ് ഇവർക്ക് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ തന്നെ രേണു, അനു, ആദില, നൂറ, ശൈത്യ ഇവരെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആരെക്കുറിച്ച്? നമ്മുടെ ജിസേലിനെ കുറിച്ചാണ് ഇവരെല്ലാവരും കൂടി ഇന്ന് ഗ്രൂപ്പായിരുന്ന ചർച്ചയിലാണ് ജിസേലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നെവിൻ രാത്രി ഇവർക്കൊക്കെ ഫുഡ് എടുത്ത് കൊടുത്തിരുന്നു. അത് ഇവർക്ക് പിടിച്ചിട്ടില്ല, അതാണ് സംഭവം. അപ്പോൾ രേണുവിനെ ഇവിടെ ഇഡിയറ്റെന്ന് വിളിക്കുന്നത് പോലെ തോന്നി. പക്ഷേ അത് രേണുവിനല്ല വിളിക്കുന്നത്, നമ്മുടെ അനുവിനെയാണ് വിളിച്ചത്. അപ്പോൾ ഇവർ ചർച്ച ചെയ്യാണ്. രേണുവിനെ ഇഡിയറ്റെന്ന് വിളിച്ചു, നമുക്ക് അവളെ കയ്യോടെ പൂട്ടണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യമൊക്കെ വരട്ടെ, നമുക്ക് കയറി പിടിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നിനും കഴിക്കാനും പോകണ്ട, ഒന്നും ചെയ്യാനും പോകണ്ട എന്ന് പറഞ്ഞ് പെൺപടെല്ലാം കൂടി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഫുഡ് കൊടുത്തൊന്നും ആർക്ക് പിടിച്ചിട്ടില്ല, ജിസേലിന് പിടിച്ചിട്ടില്ല. കാരണം ജിസേലിൻ്റെ അടിമകളൊക്കെ എവിടെയുണ്ട്? നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ കിടക്കുകയാണ്. അവർക്ക് കൊടുക്കാതെ, ഫുഡൊന്നും കൊടുക്കാതെ ഇവർക്ക് മാത്രം കൊടുത്ത് ജിസേലിനൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ നെവിനും ജിസേലുമായിട്ടൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു. ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ഇവിടെ മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. ഇവിടെ നിന്നാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മുടെ അനു നേരെ കിച്ചണിൽ വരികയാണ് ചെയ്യുന്നത്. കിച്ചണിലേക്ക് വന്നിട്ട് അനു നേരെ കിച്ചണിൽ വന്നപ്പോൾ അവിടെ ആരുണ്ട്? ജിസേലുണ്ട്. ജിസേൽ അവിടെ ലിഫ്റ്റിക്ക് എന്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിസേൽ പറയുന്നത് അനുവിനോട്, നിനക്ക് ഫുഡ് വേണമെങ്കിൽ തരാം, പക്ഷേ നമ്മളെ രാജാറാണി എന്ന് വിളിക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ അത്രയാണ് അവിടെ പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയാണ് കാണിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ ഇവർ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് ടാസ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് നേരം വെളുക്കുമ്പോഴേക്കും ഈ ടാസ്കൊക്കെ ഫിനിഷ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്ക് അത് സാധിക്കുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് അവരോട് പറയുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെയാണ് കിച്ചൺ ഏരിയ കാണിക്കുന്നത്. പിന്നെ കിച്ചൺ ഏരിയ കാണിക്കുന്നു. അവിടെ അനു കിച്ചണിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അനു കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് പറയാണ്, നിനക്ക് ഫുഡ് വേണോ? ജിസേലാണ് പറയുന്നത്, നിനക്ക് ഫുഡ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, തരാം, നിന്നെ പോലെ തരാതെ ഒന്നും ഞാൻ ഇരിക്കത്തില്ല എന്ന് അനു പറയുന്നു. ജിസേൽ അനുവിനോട് പറയുന്നു. അപ്പോൾ അനു പറയുന്നു, എനിക്ക് വേണ്ട, ഫുഡൊന്നും വേണ്ട, എനിക്ക് നിന്നെ ഫുഡൊന്നും വേണ്ട എന്ന് പറയുന്നു. നീ ലിഫ്റ്റിക്ക് ഇട്ടല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുതലാണ് കൂടുതൽ പ്രശ്നം സങ്കീർണ്ണമാകുന്നത് കേട്ടോ. ഇവിടെ മുതൽ പ്രശ്നം ചൂട് പിടിച്ച് തുടങ്ങുകയാണ്. നീ ലിഫ്റ്റിക്ക് ഇട്ടല്ലേ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ ജിസേല് നീ കാണിച്ചതാ, ഞാൻ നോക്കട്ടെ എന്ന് ജിസേൽ അങ്ങോട്ട്. അപ്പോൾ അനു എന്തെടുക്കാൻ, അതായത് ടിഷ്യൂ പേപ്പർ എടുക്കാൻ ഓൺ ദ സ്പോട്ടിൽ പോകുന്നുണ്ട്. അതേ സ്പീഡിൽ തന്നെ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നിട്ട്
നമ്മുടെ ജിസേലിൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ നല്ല ശക്തി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയിൽ ആ ചുണ്ടിലിങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ച് ഉരയ്ക്കുന്നുണ്ട്. അതാണ് സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അതിന് ചൊല്ലിയാണ് പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. നല്ല ശക്തിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയിൽ ചുണ്ടിൽ പിടിച്ചിങ്ങനെ ഉരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അനു പറയുന്നു, നോക്ക് ലിഫ്റ്റിക്ക് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉരയ്ക്കുന്നതിനിടയിൽ നമ്മുടെ ജിസേൽ, അതായത് ഉരയ്ക്കുന്നതിനിടയിൽ നമ്മുടെ ജിസേൽ നമ്മുടെ അനുമോളെ പിടിച്ചിട്ട് അങ്ങനെ ഒറ്റ തള്ളലുണ്ട്. നല്ല തള്ളെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഓൺ ദ സ്പോട്ടിൽ തള്ളണ്. അപ്പോൾ നല്ല പവർ ഉണ്ടായിരുന്നു ആ തള്ളിന്. അപ്പോൾ 2, 3, 4, 5, 6 സ്റ്റെപ്പൊക്കെ നമ്മുടെ അനുമോൾ പിന്നോട്ട് പോകുന്നുണ്ട്. വീഴുന്നില്ല, പിന്നോട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് കിച്ചണിൽ ആരുണ്ട്? ആദിലുണ്ട്, നൂറയും അവിടെ തന്നെ ഉണ്ട്. ഇവർ എല്ലാവരും കാണുന്നുണ്ട് ഇത്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇതേ സമയം നെവിൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതേ സമയം നെവിൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നെവിൻ ചോദിക്കുകയാണ്, എടി നീ എന്തിനാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തത്? ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ നെവിൻ പറയുന്നു, ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇവിടെ പുറത്താക്കണം, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ആര് പറയുന്നു? നെവിൻ പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുതലാണ് പ്രശ്നം വഷളായി വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അപ്പാനി, അതിൻ്റെ ഇടയ്ക്ക് അപ്പാനി ക്യാപ്റ്റനാണല്ലോ, അപ്പാനി അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശൈത്യ, നൂറ അവരെല്ലാവരും കൂടി വരുന്നു. എന്നിട്ട് പറയുന്നു, അനു നീ ചെയ്തത് തെറ്റാണ്. അപ്പോൾ അനു, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ലിഫ്റ്റിക്ക് കാണിക്കാൻ തെളിവെടുത്തതാണ്. പിന്നെ ലിഫ്റ്റിക്ക് കാണിക്കാൻ തെളിവെടുത്ത് ഇങ്ങനെ ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനു, അത് മനസ്സിലാക്കണം. ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ചുണ്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന സംഭവം, അത് പ്രേക്ഷകരെ മണ്ടരല്ല എന്ന് അനു മനസ്സിലാക്കണം. അപ്പോൾ ബാക്കിയുള്ളവർ പറയുകയാണ് അനുവിൻ്റെ അടുത്ത്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ജിസേൽ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ ജിസേൽ പോയിരുന്ന് കരയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നു, ബിഗ് ബോസ് എനിക്ക് ഇനി പറ്റില്ല. ബിഗ് ബോസ് ഒരു തവണ നിങ്ങൾ ഇവളോട് പറയൂ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കരയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് കരയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പാനി പോയിട്ട് ഉടനെ പോയിട്ട് അപ്പാനി ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ അപ്പാനി പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഇവിടെ നടന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക എന്നും പറയുന്നു. ഒപ്പം നെവിനും പറയുന്നുണ്ട്, അനുമോളുടെ ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അനുമോളെ നിങ്ങൾ ഫേവറിറ്റിസം കാണിച്ച് ഇവിടെ പിടിച്ചു നിർത്താനാണെങ്കിൽ പറ്റില്ല. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും എന്ന് നെവിൻ ഉറച്ചു പറയുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അനു, അല്ലെങ്കിൽ ഞാൻ, 2ൽ ഒരാൾ മതി ഇവിടെ എന്ന് പറയുന്നു. ഇതും പറഞ്ഞ് നമ്മുടെ അപ്പോൾ വീട്ടുകാർ പറയുന്നു നമ്മുടെ നെവിനോട്, നെവിൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അപ്പോൾ നെവിൻ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ പാടി നടക്കുന്നു. അതിനുശേഷം നെവിൻ കുറച്ച് കഴിഞ്ഞ് കിച്ചൺ ഏരിയയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കിച്ചൺ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഐസ്ക്രീം കുറച്ച് കാണുന്നുള്ളൂ. ആരാണ് ഐസ്ക്രീം എടുത്തത്? അതെടുത്തത് ആരാണെങ്കിലും തെണ്ടിത്തരമാണ്. ഒന്നെങ്കിൽ അനുമോളെ പറഞ്ഞിട്ട് ഈ വിഷയം പിന്നെ ഊതിപ്പിരിപ്പിച്ച് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നെവിൻ. അനുമോളെ ഒന്നല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നോമിനേഷനിൽ വെക്കണം. പുറത്ത് പോകണമെങ്കിൽ പോട്ടെ, പക്ഷേ എന്നെ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് വിടണം എന്നും പറയുന്നു. ഇവളുടെ കൂടെ നിൽക്കാൻ ഞാനില്ല. ഇവൾക്ക് നിങ്ങൾ ഫേവറിറ്റിസം കാണിക്കുവാണ്. ആരെ? ബിഗ് ബോസിനെ എതിർത്താണ് നെവിൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം അനീഷും ഈ വിഷയം അവിടെ വേറെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യനും അനീഷും തമ്മിൽ കിച്ചൻ്റെ ഭാഗത്ത് നിന്നിട്ട് വഴക്ക് നടക്കുന്നുണ്ട്. ആര്യൻ കിച്ചണിലൊന്നും ചെയ്യുന്നില്ല, അനീഷാണ് പറയുന്നത്. ആര്യൻ കിച്ചണിലൊന്നും ചെയ്യുന്നില്ല, കിടന്നുറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ.
ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ നിൽക്കുന്നില്ല, നോൺ സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പ്രശ്നം പോയിക്കൊണ്ടിരുന്നത്. രാവിലെ മൊത്തം ഈ പ്രശ്നം തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അതിന് ശേഷം നെവിനും ജിസേലും പോയിട്ട് ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നു, ഇന്ന് ഒനേലിൻ്റെ പിറന്നാളാണ്, പക്ഷേ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സീസൺ 7 ആണ്, 7ൻ്റെ പണിയാണ്, വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഇവിടെ ഉണ്ടാകും. ഇതൊരു TV ഷോ മാത്രമാണ്, പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. വഴക്കും വാക്കുവാദങ്ങളും നിങ്ങളുടെ ഓപ്ഷൻ ആകാം, ഫിസിക്കൽ ആകാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കേണ്ടി വരുമെന്ന് ബിഗ് ബോസ് പറയുന്നു. പിന്നീട് ജിസേലിനെയും അനുവിനെയും കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. ജിസേൽ, അനു രണ്ടുപേരും കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വരിക എന്ന് ബിഗ് ബോസ് പറയുന്നു. ആ രണ്ടുപേരും കൺസ്ട്രക്ഷൻ റൂമിലേക്ക് പോകുന്നു. അതാണ് നമുക്ക് കാണിക്കുന്നത്. ആ പോകുന്ന സമയത്ത് പുറത്ത് വേറൊരു പ്രശ്നം നടക്കുന്നത്, ആദിലും നൂറിയും നമ്മുടെ നെവിനും തമ്മിൽ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അത് നമുക്ക് ലൈവിനകത്ത് കാണിക്കുന്നില്ല. നമുക്കെന്താ കാണിക്കുന്നത്, കൺസ്ട്രക്ഷൻ റൂമിൽ ഇവർ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കൺസ്ട്രക്ഷൻ റൂമിൽ പോയിട്ട് അനു പറയാണ്, അനുവോട് ബിഗ് ബോസ് ചോദിക്കുന്നു, അനു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനു, ബിഗ് ബോസ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു, ഞാൻ പോയി ടിഷ്യൂ വെച്ച് ഇങ്ങനെ, അതായത് ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ജിസേൽ, അല്ല, എൻ്റെ ചുണ്ടിൽ പിടിച്ച് വച്ച് തേച്ചു, അതായത് ബലമായി പിടിച്ച് വെച്ച് തേച്ചു, എനിക്ക് ഭയങ്കര ഹേർട്ടായി. രണ്ടാം തവണയാണ്, എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ ഇതിലെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. തീരുമാനം എന്താണെന്ന് ഇവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡ് തീരുമാനിക്കുന്ന പ്രകാരം മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നടപടിയെടുക്കുമെന്ന് എത്രയാണ് പറയുന്നത് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ ജിസേൽ പറയുന്നു, ഇതെന്താണ്, ലാസ്റ്റ് ടൈം അടിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞു, വീണ്ടും വീണ്ടും ഇങ്ങനെയാണോ ഇത്, എന്താണിത്, ആദ്യമായിട്ടല്ലല്ലോ, ഇത് പറ്റില്ല ബിഗ് ബോസ്, വെരി ഹേർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ്, ഫിസിക്കലായിട്ട് നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ബിഗ് ബോസ്. അപ്പോൾ ജിസേൽ, ഉരച്ചു, എൻ്റെ മുഖം പിടിച്ച് ഇങ്ങനെ ഉരച്ചു. അനു, ഞാൻ ഉരച്ചിട്ടില്ല ജിസേൽ, എന്താ നീ പറയുന്നത്, എന്താ നീ മനസ്സിലാക്കാത്തത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നടപടി ഒന്നും ആകുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നടപടി ഉണ്ടാകും, മിസ്റ്റർ മോഹൻലാൽ വരട്ടെ, ഇപ്പോൾ പോകൂ എന്ന് പറയുന്നു. അപ്പോൾ രണ്ടുപേരും പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇവർ കൺസ്ട്രക്ഷൻ റൂമിൽ ഇരുന്ന സമയത്ത് ഇവിടെ ആദ്യം നൂറിയും നെവിനും തമ്മിൽ നല്ല രൂക്ഷമായ പ്രശ്നം നടക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് ആസ്പദമാക്കിയിട്ട് നമ്മുടെ അക്ബർ ഒരു പാട്ടുണ്ടാക്കി, പോയിരിക്കും എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടാക്കി. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊന്നും അറിയില്ല, കൺസ്ട്രക്ഷൻ റൂമിൽ പോയവരൊന്നും അറിയുന്നില്ല, നമുക്കത് ലൈവിനകത്തും കാണിക്കുന്നില്ല. അതാണ് സംഭവം. ബിഗ് ബോസ് അവരുടെ പ്രശ്നമൊക്കെ സോൾവ് ആക്കിയിട്ട് വരുമ്പോഴേക്കും നെവിൻ, അടുത്ത പ്രശ്നമാണ്, നെവിൻ എഴുന്നേൽക്കൂ, നിരന്തരമായി മൈക്ക് ഊരി വയ്ക്കുന്നതും മൈക്ക് ധരിക്കാതെ ഇരിക്കുന്നതും ഇതൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന് കരുതരുത്. പ്രശസ്തമായ TV ഷോയുടെ ഭാഗമായി കളിക്കുകയാണ് എന്ന ബോധത്തോടു കൂടി നിൽക്കൂ എന്ന് നമ്മുടെ നെവിനോട് ബിഗ് ബോസ് പറയുന്നു. പിന്നെ നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ക്യാമറയുടെ മുന്നിൽ വെച്ച് കുറച്ചു നേരം മുമ്പ് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. ഈ പ്രമോയാണ് നമ്മൾ ഇന്നലത്തെ പ്രമോയിൽ കണ്ട ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞതും ഈ വഴക്കം, അതായത് നിങ്ങൾ പറഞ്ഞു, അത്രയാണ് പറയുന്നത്. നിങ്ങൾ പോകണമെന്ന് പറഞ്ഞതും ഈ വഴക്കുമായി എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് നെവിനോട്. അപ്പോൾ നെവിൻ പറയുന്നു, നെവിൻ അനു 2 ദിവസമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ വെച്ച് ഇങ്ങനെ ചുണ്ടിൽ ഉരച്ചു ബിഗ് ബോസ് എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ്, ഇതല്ല ഞാൻ ചോദിച്ചത്, നെവിൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞതും ഈ വഴക്കുമായി എന്താണ് ബന്ധം? യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് നെവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഒന്നുകൂടി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെവിൻ പറയുന്നു, അവർ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നു. അവർ തമ്മിൽ വഴക്ക് കൂടി, ഫൈൻ,
നെവിൻ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞതിൽ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പം നെവിൻ പറയുന്നു, ബിഗ് ബോസ് എന്തേലും ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നല്ലെങ്കിൽ എല്ലാ വീക്കിലും അനുമോളെ നോമിനേഷനിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നല്ലെങ്കിൽ പുറത്താക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അനുവിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? തെറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുത്തില്ലേ? ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ബിഗ് ബോസിനോട് പറയുന്നത്. ബിഗ് ബോസിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് നെവിൻ. അപ്പോൾ ബിഗ് ബോസ്, എന്താണ് നിങ്ങൾ കുറച്ചു മുമ്പ് ക്യാമറയുടെ മുമ്പിൽ പോയി പറഞ്ഞത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ബിഗ് ബോസ്. അപ്പോൾ അതെ ബിഗ് ബോസ്, ഞാൻ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അപ്പായി വേണ്ട 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 എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ, ഇറ്റ്സ് മൈ ഡിസിഷൻ. അപ്പോൾ ബിഗ് ബോസ്, നിങ്ങൾക്ക് പുറത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അപ്പോൾ അതെ, എന്നാൽ ഇതാ പ്രധാന വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രധാന വാതിൽ ഇങ്ങനെ തുറക്കുന്നുണ്ട്. അപ്പോൾ വാതിൽ ഇങ്ങനെ തുറക്കുന്നു. അപ്പോൾ ആദിലിന് പറയും, ഇപ്പോൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ആദിലിന് പറയും, നമ്മുടെ നെവിനെ പ്രൊവോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവോക്ക് ചെയ്യാണ്. ആദിലിന് പറയും, നീ ഗഡ്സ് ഉണ്ടെങ്കിൽ നീ പോടാ, നീ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് നിന്നത്, നീ ഗഡ്സ് ഉണ്ടെങ്കിൽ നീ പോടാ ഇറങ്ങി പോടാ, ഞാൻ പോകാം. അപ്പോൾ നെവിൻ, ഞാൻ പോകാം എന്ന് പറഞ്ഞ് നെവിൻ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് ബെഡ്റൂമിലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ എടുക്കാൻ. എന്നിട്ട് അപ്പോൾ പുറകെ പോകുന്നുണ്ട് അപ്പാനി, ഷാനവാസ്, ആര്യൻ, അക്ബർ ഒപ്പം പോകുന്നുണ്ട്. ഒപ്പം പോയിട്ട് മണ്ട ബുദ്ധിമോശം കാണിക്കല്ലേ എന്ന് പറയുന്നു. അതൊന്നും കേൾക്കുന്നില്ല. ജിസലൊപ്പം പോകുന്നുണ്ട്. അതിനുശേഷം നെവിൻ ആരുടെ വാക്കൊന്നും കേൾക്കുന്നില്ല. എല്ലാവരുടെയും കൈയൊക്കെ തട്ടി മാറ്റി ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അപ്പാനി പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ആരുടെ കയ്യിലും കിട്ടുന്നില്ല. അങ്ങനെ കയറി നമ്മുടെ നെവിൻ ആ ഗേറ്റും കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. ഡോർ ഇങ്ങനെ ക്ലോസ് ആകുന്നു. അപ്പോൾ അപ്പാനി എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൈ തലയിൽ വെച്ച് നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത്. പിന്നീട് അതിനുശേഷം ജിസയിൽ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. നെവിൻ പോയതിൽ ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട് നമ്മുടെ ജിസേലിന്. അപ്പോൾ അനു ഇതേ സമയം മേക്കപ്പ് റൂമിൽ നിന്ന് നോക്കുകയാണ്. അവൻ പോയോ? അപ്പോൾ ആദിലിന് പറയും, പോയി എന്ന് പറയുന്നു. അപ്പോൾ നൂറെന്ന് പറഞ്ഞാൽ ഭയങ്കര കത്തിക്കലാണ്. ഭയങ്കര കത്തിക്കൽ എന്ന് പറഞ്ഞാൽ നൂറ പൊളിച്ചടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അനു, എനിക്ക് പേടിയാകുന്നു, ഇനി എല്ലാവരും കൂടി എന്നെ ഇത് പറഞ്ഞ് കൊല്ലും. അപ്പോൾ അനു, അവൻ നിൻ്റെ കാര്യത്തിലല്ല പോയത്, നമ്മുടെ കാര്യത്തിലാണ് ക്വിറ്റ് ചെയ്ത് പോയത്. നിൻ്റെ കേസ് പറഞ്ഞ് ആരെങ്കിലും നിന്നെ പറയാൻ വന്നാൽ, ആ കേസ് പറഞ്ഞിട്ട് ആരെങ്കിലും നിന്നെ പറയാൻ വന്നാൽ ഈ ആദിൽ തിരിച്ചു പറഞ്ഞിരിക്കും, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും, ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ ധൈര്യമായിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി നിന്നിരിക്കും, ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചിരിക്കുമെന്ന് ആദില പറയുകയാണ് ചെയ്യുന്നത്. കുറച്ച് ചെയ്യുന്നു, ഇത്രയാണ് കാണിക്കുന്നത്. പിന്നീട് കുറച്ച് കഴിയുന്നു, പുറത്തെ സമയം വൻ ചർച്ച നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുന്നു, ഇവിടെ പുറത്ത് വൻ ചർച്ചയാണ്. അതായത് അനുമോളെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. അക്ബർ, റെന, ബിന്നി, അപ്പാനി ഇവരൊക്കെ നെവിന് വേണ്ടി പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നെവിൻ പോയതിന് ശേഷം ആൺപടകളെല്ലാവരും കൂടി അനുവിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മെയിനായിട്ട് അതിനകത്ത് അപ്പാനി, ആര്യൻ, അക്ബർ ആൺപട മാത്രമല്ല കേട്ടോ, പെൺപടയുണ്ട്. റെന, ബിന്നി, ജിസേല് ഇവർ6 പേരും കൂടിയിട്ട് അനുവിന് എതിരെ പ്ലാൻ ചെയ്യാൻ പോവാണ്. എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രൊവോക്ക് ചെയ്യുക, ഇതാണ് ലക്ഷ്യം. ഇനി വരുന്ന ടാസ്കിൽ അനുവിനെ നശിപ്പിക്കുക, ടാർഗറ്റ് ചെയ്യുക, അനുവിനെ പിടിച്ച് അനു എന്ന് പിടിച്ച് മുന്നോട്ട് പോവുക, ഇതാണ് പ്ലാൻ എന്ന് പറയുന്നു. പിന്നീട് ഓരോ കാര്യങ്ങളും, അതായത് നോർമൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം ഷാനവാസ് ആരുടെ കൂടെയാണ്? ആദിലും, നൂറ്, അനു ഇവരുടെ 3 പേരുടെയും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയാണ്, ഷാനവാസ് അവനോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യാൻ പോകരുത്, ക്വിറ്റ് ചെയ്യും, ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ കേൾക്കാത്തതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവൻ പോയതിന് നഷ്ടം എനിക്കും കൂടെയാണെന്ന് ഷാനവാസ് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ലൈവിനകത്ത് കാണിക്കുന്നത്. പിന്നീട് ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതേ ചൊല്ലി, അതായത് നെവിൻ പോയതിന് ശേഷം ഭയങ്കര ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലൈവെങ്കിൽ, നെവിൻ പോയതിന് ശേഷം
അപ്പ്, അതായത് മുകളിൽ നിന്ന ലൈവ് പെട്ടെന്ന് കുത്തനെ അപ്പ് താഴേക്ക് ഒരു ഫ്ലോ എന്ന് പറയുന്നില്ലേ, അതായത് ഫ്ലോ പോലെ ഒഴുകിയിട്ട് ഒരു കണ്ടൻറ്റും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒഴുകി വന്നു. ഇപ്പോൾ ലോയിലാണ് നിൽക്കുന്നത്. നേരത്തെ ഹൈയിലായിരുന്നു, നെവി പോകുന്നത് വരെ പോയതിന് ശേഷം ലോയിലേക്ക് വന്നു, വീണ്ടും പഴയ പോലെയായി. ഓക്കെ, ഇനി വൈൽഡ് കാർഡ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ്സിനെ പറ്റി പറഞ്ഞാൽ വൈൽഡ് കാർഡ്സ് നാളെ ഫ്ലൈറ്റ് കയറുമെന്നാണ് അറിയാൻ പറ്റുന്നത്. നാളെ ചെന്നൈയിൽ അവരെത്തും എന്നാണ് അറിയുന്നത്. മറ്റന്നാൾ വീക്കെൻഡിൻ്റെ ഷൂട്ടാണ് നടക്കാൻ പോകുന്നത്. ലാലേട്ടൻ സ്റ്റേജിൽ എന്തായാലും ഉണ്ടാവില്ല, അതായത് ഷൂട്ടിങ്ങിലും കാര്യങ്ങളൊന്നും ലാലേട്ടൻ ഉണ്ടാവില്ല. വീഡിയോ കോൺഫറൻസ് വഴിയാണെന്നാണ് അറിഞ്ഞത്. 7 പേരാണോന്ന് അറിയത്തില്ല, സംശയം മാത്രമാണ്. 7 പേരായിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ഊഹം വെച്ചിട്ടാണ് പറഞ്ഞത്. 7ാം സീസൺ 7ൻ്റെ പണി, അതുകൊണ്ടാണ് 7 പേർ കയറുമെന്ന് പറയാൻ കാരണം. വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ 7 പേരായിരിക്കാം, അല്ലെങ്കിൽ 6 പേരായിരിക്കാം, എത്ര പേര് വേണമെങ്കിലും കയറാം. ഓക്കെ, എന്തായാലും നമുക്കപ്പോൾ നോക്കാം. 3-4 പേരുടെ പേരൊക്കെ കൺഫേമായി അറിഞ്ഞിട്ടുണ്ട്. മുഴുവൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുവരെ ആരുടെ പേരും ഞാൻ വിളിച്ചതാക്കത്തില്ല. അത് പൂർണ്ണമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യൂ. അതും വീഡിയോ ചെയ്യും, പക്ഷേ അത് സാധ്യത പോലെ ആയിരിക്കും. അതായത് കൺഫേം ആയിട്ട് ഞാൻ പറയത്തില്ല. ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ വരാം, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. അവർ ബിഗ് ബോസ് വീട്ടിൽ കയറി, അതായത് വൈൽഡ് കാർഡ്സ് ബിഗ് ബോസ് വീട്ടിൽ കയറിയ ശേഷം മാത്രമേ കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ എടുത്തുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, സൂപ്പറായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഗെയിം ഉണ്ടല്ലോ, അത് തിരിച്ച് വേറെ റൂട്ടിലേക്ക്, അതായത് നല്ലൊരു റൂട്ടിലേക്ക് മാറ്റി ഗെയിം സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഗെയിംസ് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്ന് 2 മണി വരെയുള്ള ലൈവിനകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷമായിട്ട് വരാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.